ഹലോ ഗെയ്സ്, ഐ ആം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോർഡ് സിൻജോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോണും നോർമൽ ഹെഡ്ഫോണും ഏതിനൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ചെയ്യുന്നത്, ഏത് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ചെയ്യുന്നത്, അത് എന്ത് ആവശ്യമാണെന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനലായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഇനി വിളിച്ചുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ. അപ്പോൾ ഇത് ബ്ലൂടൂത്തിൻ്റെ റോക്സ് എന്ന് പറഞ്ഞൊരു 225 മോഡലാണ് ഇത് വന്നിരിക്കുന്നത്. അത് ബോട്ടിൻ്റെയാണ്, കമ്പനി ബോട്ട് സ്പോർട്ട് എഡിഷൻ ആണിത്. അപ്പോൾ ഇത് ഫുള്ള് ബൈ പൊസിഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഹെഡ്ഫോണിനകത്ത് ഞാൻ ഇത് തിരിച്ച് കയറ്റി വെച്ചതെല്ലാം ഞങ്ങളുടെ അനിയനാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഹെഡ്ഫോൺ ഇങ്ങനെ തിരിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്ഫോണിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിപ്പം നമുക്ക് ചാർജ് ചെയ്ത് മാത്രമേ ഈ ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ബാറ്ററി ലോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനൊക്കെയാണ് ഈ ഹെഡ്ഫോൺ വരുന്നത്. അതുപോലെ നല്ലൊരു ക്വാളിറ്റിയുള്ള വയറും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഹെഡ്ഫോൺ വരുന്നത്. അതുപോലെ മാഗ്നറ്റിക് ആയിട്ടുള്ള നല്ല പവർ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണും ബ്ലൂടൂത്ത് ഹെഡ്ഫോണും നോർമൽ ഹെഡ്ഫോണിൻ്റെ ഓഡിയോ തമ്മിൽ ഒരുപാട് ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ നോർമൽ ഹെഡ്ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ 400 മുതൽ 1000 രൂപ മേലോട്ടുള്ള ഹെഡ്ഫോണിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹെഡ്ഫോൺസ് നമുക്ക് നോർമൽ ഹെഡ്ഫോണിൽ കിട്ടും. അത് നമുക്ക് ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വേണമെങ്കിലോ നല്ലൊരു എണ്ണം വേണമെങ്കിൽ 1000 മേളിൽ റേഞ്ച് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വരും. പക്ഷേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ എപ്പോഴും ചാർജ് ആയിരിക്കണം. ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയിൽ ഫുൾ ചാർജിലായാൽ മാത്രമേ ഇത് നമുക്ക് ഒരു 3-4 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 6 മണിക്കൂറെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നോർമൽ ഹെഡ്ഫോണിന് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് എത്ര ഇതാണെങ്കിൽ പോലും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജിനനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് വരുന്ന ഓഡിയോ ക്വാളിറ്റി രണ്ടിനും ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ മൊബൈലിലെ ഡയറക്റ്റ് ഉള്ള ഓഡിയോസിനെ ആ ഒരു ശബ്ദ തരംഗങ്ങളിലെ നേരെ നമ്മുടെ ഇയറിലോട്ട് എത്തിക്കാനാണ് നോർമൽ ഹെഡ്ഫോണിൻ്റെ സഹായം. പക്ഷേ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ അങ്ങനെയല്ല. നമ്മുടെ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ വയറാണ്, ഒരു വയർലെസ് ഹെഡ്ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ സൗണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു ശബ്ദ തരംഗങ്ങളെ, നിങ്ങളുടെ ഫോണിൽ നിന്ന് വരുന്ന ശബ്ദ തരംഗങ്ങളെ ഇത് റിസീവ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമ്മുടെ ഇയറിലോട്ട് എത്തിക്കുവാണ് ബ്ലൂടൂത്ത് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലൂടൂത്തിനായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഈ വോളിയം ബട്ടണും സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നൊരു ബോർഡുണ്ട്. ഇത് കാണാം നിങ്ങൾക്ക് ബാറ്ററി സെറ്റപ്പും എല്ലാം കൂടി ഈ ഒരു ഒറ്റ ഒരു ഇതിലിരിക്കുന്നു. അപ്പോൾ ഇതൊരു സാധാരണ നോർമൽ ഒരു വയർ കണക്ഷൻ പോയേക്കുന്നേ ഉള്ളൂ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതിന് വേണ്ടി തന്നെ ഈ ഒരു ബോട്ടിൻ്റെ ഹെഡ്ഫോണിനകത്ത് വരുന്ന ഒരു ചിപ്പ് എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ ഒരു ചിപ്പ് സെറ്റ് ഉണ്ടെന്നാണ് ആ കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്പ് സെറ്റിനകത്തോട്ട് നമ്മുടെ ശബ്ദ തരംഗങ്ങളെ കയറ്റി നമ്മുടെ ഓഡിയോ ഫിൽട്രേഷൻ ചെയ്ത് നമ്മുടെ ഇയറിലോട്ട് എത്തിക്കുമ്പോൾ സൗണ്ടിന് ഇച്ചിരി വ്യത്യാസം വരും. കാര്യം ബാസ് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് തോന്നുന്നതായിട്ട് നമുക്ക് തോന്നും. ബ്ലൂടൂത്ത് ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി ബാസ് കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. അതേസമയം നോർമൽ ഹെഡ്ഫോണ് മൊബൈലിൻ്റെ ഡയറക്റ്റുള്ള ആഡിയോസിനെ നമ്മുടെ ചെവിയിലോട്ട് കയറ്റി വിടുമ്പോൾ ബാസോ കാര്യങ്ങളോ ഒരുപാടായിട്ട് തോന്നിക്കത്തില്ല. ഒരു നോർമൽ നല്ലൊരു ക്ലാരിറ്റിയിൽ നമുക്ക് ശബ്ദവും കേൾക്കാം, അതുപോലെ ബാസും കേൾക്കാം. അതേ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ ഹെഡ്ഫോണിൻ്റെ ഒരു ഇത്. ഇതെല്ലാം ഒരുപോലെ തന്നെ നിൽക്കും. ഏതൊരു ഇക്വലൻസർ എടുത്താലും ആ ഇക്വലൻസറിൻ്റെ എല്ലാ റേഡിയസും ഒരുപോലെ തന്നെ നിൽക്കും നോർമൽ ഹെഡ്ഫോൺ യൂസ് ചെയ്താൽ. പക്ഷേ ബ്ലൂടൂത്ത് വരുമ്പോൾ നേരെ തിരിച്ചാണ്, ഇച്ചിരി ബാസ് കൂടുതലായിട്ട് നിൽക്കുന്നവരോ തോന്നും. അതാണ് ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൻ്റെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത്. ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ നോർമൽ ഗെയിം കളിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നോർമൽ ഹെഡ്ഫോണൊക്കെ ആണെങ്കിൽ ഗെയിം കളിക്കാൻ നമുക്ക് എത്ര സമയം വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഫോണിനനുസരിച്ച് ബ്ലൂടൂത്ത് ഹെഡ്ഫോണിന് ചാർജ് നിൽക്കണമെന്നില്ല. ഗെയിം കളിക്കുമ്പോൾ നല്ല രീതിയിൽ ചാർജ് ഡൗൺ ആവുന്നുണ്ട് ബ്ലൂടൂത്ത് ഹെഡ്ഫോണൊക്കെ. അപ്പോൾ ഇതൊരു 6 മണിക്കൂർ ബാറ്ററി ലൈഫ് പറഞ്ഞൊരു ഹെഡ്ഫോണാണ്. പക്ഷേ ഇത് ഗെയിം കളിക്കുമ്പോൾ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം നല്ല രീതിയിൽ ബാറ്ററി ഡൗൺ ആവുന്നുണ്ട്. 2 കളി കളിച്ച് കഴിഞ്ഞാൽ ഒരു 3-4 കളിയൊക്കെ കഴിക്കുമ്പോഴത്തേന് ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഗെയിം കളിക്കാൻ ഉപയോഗിക്കാറില്ല. നോർമൽ ഹെഡ്ഫോൺ പോലും ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യും, ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്തില്ല. കാരണം ഹെഡ്ഫോൺ ഇല്ലാതാണ് ഞാൻ ഗെയിം കളിക്കാറ്. പക്ഷേ ഹെഡ്ഫോൺ വെച്ച് നമുക്ക് PUBG മൊബൈലൊക്കെ കളിക്കാനായിട്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യണം. അപ്പോൾ നോർമൽ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഗെയിം കളിക്കാൻ പറ്റും. അതേസമയം ഈ ഒരു ഹെഡ്ഫോൺ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ചെറിയൊരു ബഗ്ഗും ലാഗും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം ഇടയ്ക്ക് സൗണ്ട് ഗ്ലിച്ച് വരുന്നത്, സൗണ്ട് ലാഗ് അടിക്കുന്നതായിട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൺട്രോൾസിന് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് തന്നെ റിവേഴ്സ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്.
അതേസമയം നോർമൽ ഹെഡ്ഫോൺ വെച്ച് കളിക്കുമ്പോൾ അങ്ങനെ ഒരു ഫീലും കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല, സൗണ്ട് ഗ്ലിച്ചോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല, നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഗെയിം കളിക്കുന്നവർക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതേസമയം ഇത് നോർമൽ, ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുവാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുവാണ്, അപ്പോൾ നിങ്ങൾക്ക് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടൊക്കെ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വയർഡ് അല്ലാത്ത ഹെഡ്ഫോണൊക്കെ നമുക്ക് കോൾ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ്ഫുള്ളാണ്. അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ നോർമലി ഗെയിം കളിക്കുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ നോർമൽ ഹെഡ്ഫോണേ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാര്യം അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റിയെന്ന് വരില്ല, ലാഗ് അടിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് നമ്മൾ എനിമിയെ സ്പോട്ട് ചെയ്യുന്നതും എനിമി അടുത്തൂടെ പോയാൽ പോലും അറിയുന്നത് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വെച്ചിട്ട് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിമി അടുത്തൂടെ പോകുമ്പോൾ പോലും നിങ്ങൾ അറിയും. പെട്ടെന്ന് ഇതിൻ്റെ ചാർജ് ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിമി പോകുന്ന പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം നോർമൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാർജ് അങ്ങനെ ഒരു വിഷയം നിങ്ങളില്ല. നിങ്ങളുടെ ഫോൺ എത്ര സമയം നിങ്ങളുടെ ഫോണിന് ബാറ്ററി കപ്പാസിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നോർമൽ ഹെഡ്ഫോൺ നിൽക്കും. നിങ്ങളുടെ ഫോൺ ഡൗൺ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫോണിൽ നോർമൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ബാറ്ററി ഡൗൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നോർമൽ ഹെഡ്ഫോണും ബ്ലൂടൂത്ത് ഹെഡ്ഫോണും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്താണ്, ഏതിനൊക്കെയാണ് യൂസ്ഫുള്ളതെന്ന് ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. അതുപോലെ ഇപ്പോൾ ആഡിയോ ക്വാളിറ്റിയും എടുത്ത് പറഞ്ഞായിരുന്നു. ആഡിയോക്ക് എന്താ ഡിഫറൻറ്റ് വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. സൗണ്ട് തരംഗങ്ങൾ വരുന്നതിൻ്റെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.